അയൽവാസിയുടെ പൂച്ചയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ കേസെടുത്തതിൽ കർണാടക പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് കർണാടക ഹൈക്കോടതി. ഇത്തരം സമയം കൊല്ലി കേസുകളുമായി കോടതിയെ സമീപിക്കരുതെന്ന് താക്കീത് ചെയ്ത ജസ്റ്റിസ് എം നാഗപ്രസന്ന കേസ് സ്റ്റേ ചെയ്തു. പൂച്ചയെ തട്ടിക്കൊണ്ടുപോയത് പ്രതിയായി ആരോപിക്കുന്ന താഹ ഹുസൈനാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഇല്ലാതെയാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കേസ് സ്റ്റേ ചെയ്തത്. ക്രിമിനൽ പ്രവർത്തനം നടത്തി സമാധാനം തകർക്കാൻ ശ്രമിച്ചു, സ്ത്രീകൾക്കെതിരെ അതിക്രമണം നടത്തി എന്നീ വകുപ്പുകൾ ചേർത്താണ് താഹ ഹുസൈനെതിരെ പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 504, 506, 509 എന്നീ വകുപ്പുകൾ ചേർത്തായിരുന്നു കേസ്. ഇമാതിരി പൂച്ചക്കേസുമായി വരരുത്. ഒരാഴ്ചത്തേക്ക് പൂച്ചയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയെ തുടർന്നാണ് ഈ വകുപ്പുകൾ ചേർത്ത് തനിക്കെതിരെ കേസെടുത്തതെന്ന് താഹ ഹുസൈൻ കോടതി അറിയിച്ചു. പൂച്ചയെ താഹ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസ് എങ്ങനെയാണ് ഉറപ്പിച്ചതെന്ന് കോടതി ചോദിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പൂച്ച താഹ ഹുസൈന്റെ വീട്ടിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായതെന്നായിരുന്നു പരാതിക്കാരിയുടെ അഭിഭാഷകന്റെ മറുപടി. അതേസമയം അടുത്തുള്ള വീടുകളിലെ ചുമരുകൾ കയറി അകത്തു പോകുന്ന ശീലമുണ്ട് തന്റെ പൂച്ചയ്ക്കെന്നും പരാതിക്കാരി പറയുന്നു. CCTVയിൽ പൂച്ചയെ താഹ ഹുസൈന്റെ വീട്ടിൽ കണ്ടു എന്നതുകൊണ്ട് അതൊരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും ഇത്തരം നടപടികൾ കോടതി അനുവദിക്കരുതെന്നും താഹയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. അതിനുശേഷമാണ് കോടതി കേസ് സ്റ്റേ ചെയ്യുന്നതായി അറിയിച്ചത്. ഇത്തരം നിസ്സാര കാര്യങ്ങളിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് നീതിന്യായ സംവിധാനത്തെ തന്നെ ഭാവിയിൽ മോശമായി ബാധിക്കും. അതുകൊണ്ട് കേസിൽ മറ്റു നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വോയ്സ്.